ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുള്ളൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്. ഞാൻ ഇന്നൊരു ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഞണ്ട് കറി. നമ്മൾ ഇത് ഫുൾ ഇപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സവാള ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് കട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള കുറച്ച് യൂസാണ് നമ്മൾ നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി എടുക്കാൻ. വെളുത്തുള്ളി ഇങ്ങനെ വെച്ചിട്ടേ ഇങ്ങനെ അമർത്താം. വന്നു കഴിയുമ്പോൾ വിട്ടിൽ പോയി സുഖമായിട്ട്. ഇനി നമുക്ക് പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിന് ചൂടാക്കണം. ടർമറിക് ഇതിൽ സവാള, പിന്നെ നമ്മുടെ ചുമന്നുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ ഉലുവ, അതൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ട് നമ്മളൊരു നല്ലോണം വരട്ടിയെടുക്കണം. വേപ്പിലല്ലേ ഓക്കെ ഉണ്ടോ? എല്ലാം ചീത്തയായി പോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പില ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ വേപ്പില കുറച്ച് ഒരു കുപ്പി ഗ്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും മറ്റേ ചെറിയൊരു ഇതിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അത് കേടാവില്ല. കണ്ടോ, നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്. നൈസായിട്ട് കാണാം. ഇപ്പോൾ കുറച്ച് ക്യുമിൻ സീഡ്, ഫെനൽ സീഡ്. ക്യുമിൻ സീഡിൻ്റെ പൊടിയുണ്ട്, ഫെനൽ സീഡിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫെനൽ സീഡ് നമ്മൾ അരച്ചാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും നമ്മളിപ്പോൾ തേങ്ങാപ്പാല ഒഴിച്ചു, കുറച്ച് വെള്ളം അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്, ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം മൂടി വയ്ക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഏകദേശം സെറ്റായിട്ടുണ്ട്.